أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. സ്നേഹമുള്ള സഹോദരങ്ങളെ, സിദ്ഖ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഇമാം നമ്മോട് ഉണർത്തിയത്. കഴിഞ്ഞ ഖുത്ബയിൽ സൂറത്ത് അഹ്സാബിലെ 10 വിശേഷണങ്ങളുള്ള ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗത്തെക്കുറിച്ച് ഇമാം നമ്മെ ഉത്ബോധിപ്പിച്ചിരുന്നു. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്സാദിഖീന വസ്സാദിഖാത്തി വസ്സാബിരീന വസ്സാബിറാത്ത് والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد لهم مغفرة وأجرا عظيما. ഇതിൽ ഏറ്റവും അവസാനത്തെ ദാക്കിരീങ്ങളെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളുകളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇമാം ഖുത്ബ പറഞ്ഞു. ആ 10 വിഭാഗത്തിൽപ്പെട്ട സ്വാദിഖീന വസ്സാദിഖാത്ത് അഥവാ സത്യസന്ധരായിട്ടുള്ള ആളുകളെ കുറിച്ച്, അവരെ കുറിച്ചാണ് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഇമാം ഖുത്ബയിലൂടെ വിശദീകരിച്ചത്. സിദ്ഖ് അത് പടച്ചതമ്പുരാന്റെ പക്കൽ നിന്നും വിശ്വാസികൾ കിട്ടുന്ന ഒരു വലിയ ഔദാര്യവും അതേപോലെ തന്നെ അനുഗ്രഹവുമാണ്. അസ്ദിഖ് മിനല്ലാഹി അല്ലദീ യുഅ്തൂന ലിൽ ഫുഖറാഇ, അല്ലാഹു സുബ്ഹാനഹു വ തആല സിദ്ഖ് എന്നത് പടച്ചതമ്പുരാനിൽ നിന്നും ലഭിക്കുന്ന ലില്ലദീന മൻ അഹബ്ബല്ല, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുന്നവർക്ക്, അള്ളാഹു സ്നേഹിക്കുന്നവർക്ക് അവൻ നൽകുന്നതാണെന്ന് ഇമാം ഖുത്ബയിൽ നമ്മോട് ഉണർത്തി. പടച്ചതമ്പുരാന്റെ നമ്മോടുള്ള സ്നേഹത്തിന്റെയും അടുപ്പത്തിന്റെയും ഒരു ഭൗതികമായിട്ടുള്ള പ്രതികരണം കൂടിയാണ് ഈ സത്യസന്ധത എന്നത് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. കാരണം അത് പറയുന്നത് വിശുദ്ധ ഖുർആൻ സത്യസന്ധതക്കും അതേപോലെ തന്നെ സൽസ്വഭാവത്തിനും അഖ്ലാഖിനൊക്കെ കൊടുത്ത പ്രാധാന്യം, ഒരു വിശ്വാസിയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനുണ്ടാകുന്ന കുറെ പ്രത്യേകമായിട്ടുള്ള ഗുണഗണങ്ങളുണ്ട്. ആ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ സത്യസന്ധനായിരിക്കും. ഏത് സന്ദർഭത്തിലും കലിമത്ത് ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിർ, ക്രൂരനായിട്ടുള്ള ഭരണാധികാരിക്ക് മുൻപിൽ പോലും സത്യം പറയുന്നവനായിരിക്കും മുഅ്മിൻ. അങ്ങനെയുള്ള ഒരു സ്വഭാവം അവൻ ആർജിച്ചെടുക്കുകയും അതിന് വിരുദ്ധമായിട്ടുള്ളത് അവൻ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുന്ന ആളുകൾക്കാണ് തീർച്ചയായിട്ടും സ്വർഗമുള്ളത്. അത് ആ ഒരു സിദ്ദീഖിന്റെ പ്രാധാന്യം എത്രയാണെന്ന് വെച്ചാൽ, ഇമാം ഇവിടെ ഞാൻ ആമുഖമായിട്ട് നിങ്ങളുടെ മുമ്പ് ഓതി വെച്ച സൂറത്തുൽ നിസായിലെ 69-ാമത്തെ വചനത്തിൽ മൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുകയാണെങ്കിൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളുടെ കൂടെയായിരിക്കും. മിനൻ നബിയ്യീന, അതായത് പ്രവാചകന്മാരുടെ, വസ്സുദ്ദീഖീന സത്യസന്ധരുടെ, വശുഹദായി ശുഹദാക്കളുടെ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ, വസ്വാലിഹീന സൽക്കർമ്മകാരികളുടെ, ഇവരുടെ കൂടെയായിരിക്കും അവർക്കുള്ള സ്ഥാനം. വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. സ്വർഗത്തിൽ വിശ്വാസികൾ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആത്യന്തികമായിട്ട് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുമാണ്. നമ്മളൊക്കെ ഈ ജുമാക്ക് ശേഷം അല്പസമയം കൂടി നമുക്ക് സല്ലപിക്കാവുന്ന അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാവുന്ന ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ വ്യാപൃതരാകാവുന്ന ആ സമയത്ത് കൂടി അല്പസമയം കൂടി നമ്മളിവിടെ ഇരിക്കുന്നത്, ഈ ഖുത്ബയുടെ സാരം വിശുദ്ധ ഖുർആനിൽ നിന്നും അല്പഭാഗം നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുകയാണെങ്കിൽ അത് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും നമ്മുടെ സ്വഭാവത്തിലും സംസ്കാരത്തിലും മുന്നോട്ടുള്ള ജീവിതത്തിലും അല്പമെങ്കിലും മാറ്റമുണ്ടാക്കുകയും ചെയ്യുമെന്ന നിയ്യത്തോടു കൂടിയാണ്. അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഏത് സദുദ്ദേശവും ആ ഉദ്ദേശം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നത്, അതുകൊണ്ട് ആത്യന്തികമായിട്ട് കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം, സ്വർഗത്തിൽ നമുക്ക് പ്രവേശനം ലഭിക്കണമെന്ന ആ ആഗ്രഹത്തോടു കൂടിയാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഏറ്റവും നല്ല ചങ്ങാത്തം, സ്വർഗത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ചങ്ങാത്തം ഹസുന ഉലൈക റഫീഖ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അവരെ പോലെ ഏറ്റവും നല്ല ചങ്ങാത്തം പിന്നെ ആരുണ്ടെന്ന് വിശേഷിപ്പിച്ചത് മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് അമ്പിയാക്കളും അതേപോലെ തന്നെ സുദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും.
അങ്ങനെയാണ് അതിന്റെ ദറജ, ആ ഒരു പദവിയിലെ വ്യത്യാസം അങ്ങനെയാണ് അള്ളാഹു തന്നെ ഇവിടെ എണ്ണിവെച്ചത്. ആ മഅയ്യത്ത് നോക്കിയാൽ, ഈ ഇത് ചേർത്തി പറഞ്ഞ ആ മഅയ്യത്ത് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ദൂതന്മാരോട് കൂടി, പ്രവാചകന്മാരോട് കൂടി, പിന്നെ സിദ്ദീഖിനോട് കൂടി, പിന്നെ ശുഹദാക്കളോട് കൂടി, പിന്നെ സ്വാലിഹീങ്ങളോട് കൂടി, ആ ഒരു ദറജയിലേക്ക്, അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെയുള്ള ദർജയിലേക്കാണ് അള്ളാഹു ഈ സിദ്ദീഖീങ്ങളെ ചേർത്ത് വെച്ചത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ധാരാളം സൂക്തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇമാം നമ്മോട് പറഞ്ഞു. ആരെങ്കിലും ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, തീർച്ചയായിട്ടും സത്യസന്ധത എന്നതും അത് നമ്മെ പുണ്യത്തിലേക്ക്, നന്മയിലേക്ക് നയിക്കും. ഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, പുണ്യം എന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കും. നമ്മൾ പുണ്യം ചെയ്യാൻ വേണ്ടിയാണ് സത്യസന്ധന്മാരാകുന്നത്. ആ പുണ്യം ചെയ്താൽ നമുക്ക് സ്വർഗം ലഭിക്കും. ഇതാണ് വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ആധാരം. അതുകൊണ്ട് സത്യസന്ധത കാണിക്കുമ്പോൾ ജീവിതത്തിലെ ഏത് മേഖലയിലും എപ്പോഴും നമ്മൾ ഹോണസ്റ്റായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, സത്യസന്ധരായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് നമ്മെ കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് നയിക്കുകയും അങ്ങനെ നമുക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യും. അതിന്റെ ഓപ്പോസിറ്റായിട്ട്, അതിന്റെ നേർ വിപരീതമായിട്ട് ഇമാം പറഞ്ഞു, കളവ് അത് മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുകയും ആ തിന്മ മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ഏതൊരു ഘട്ടത്തിലായാലും കളവ് പറയുന്നതും അത് മനസ്സിന് ചൊറിച്ചിലുണ്ടാക്കും. നമുക്കറിയാം, ഇമാം പറഞ്ഞതുപോലെ ഇന്ന സിദ്ഖ തുമാനിയത്തുൽ ഖൽബ്, സത്യസന്ധത എന്നത് മനസ്സിന്റെ ശാന്തതയാണ്. മനസ്സിന് ശാന്തത കിട്ടുന്ന വിഷയം കൂടിയാണ്. നമുക്കറിയാം, ഒരു കളവ് പറഞ്ഞാൽ പിന്നെ ആ കളവിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റു ചില കളവുകൾ പറയേണ്ടി വരിക, അല്ലെങ്കിൽ അതിനെ പേടിച്ചുകൊണ്ട് എന്നാണോ ആ കളവ് പൊളിയുന്നതും എന്ന് പേടിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരിക. ആ കളവാണെന്ന് തെളിയുന്ന നിമിഷം ആളുകൾക്ക് മുൻപിൽ അപഹാസ്യരാവുക. അങ്ങനെയുള്ള സങ്കീർണമായ ഒട്ടേറെ പ്രശ്നങ്ങൾ ഭൗതിക ലോകത്തിലുണ്ട്. അതിനു പുറമെ അള്ളാഹു ആ മനുഷ്യനെ കുറിച്ചും കസ്സാബ് എന്ന് രേഖപ്പെടുത്തുകയും പിന്നെ അവനിൽ നിന്നും ഒരു നന്മയും സ്വീകരിക്കാത്ത രൂപത്തിൽ, പിന്നെ അവന് സത്യം പറയാൻ കഴിയാത്ത രൂപത്തിൽ അവൻ അങ്ങനെ കളവിലെ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ആ മനുഷ്യനുണ്ടാവുകയും ചെയ്യും. അങ്ങനെ അവൻ അതുമായിട്ട് നരകത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ്, നമ്മൾ നമുക്ക് ഒരിക്കലും ഉണ്ടാകരുതെന്ന് മോഹിക്കുന്ന ഒരു വിഷയമാണ് നരകത്തിൽ പ്രവേശിക്കുക എന്നത്. ആ ശിക്ഷ ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയില്ല. ഒരു ചെറിയ തീയിന്റെ മേലെ നമ്മുടെ കൈവിരൽ വെച്ചുകൊണ്ട് 5 മിനിറ്റ് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പറച്ചു നിൽക്കുന്ന അടുപ്പിൽ, ആ അടുപ്പിൽ പോലും 1 മിനിറ്റ് പോലും നമ്മുടെ വിരൽ തുമ്പുകൾ, നമ്മുടെ ചർമ്മം അവിടെ നിർത്താൻ നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള നമ്മൾ കാലാകാലവും കത്തിയാടുന്ന, പതച്ചു പൊങ്ങുന്ന, കൂറ്റൻ കൊട്ടാരങ്ങൾ കണക്കെയുള്ള തീപ്പൊരി പാറുന്ന ആ നരകാഗ്നിയിൽ വെന്തുരുകുക എന്ന് പറഞ്ഞാൽ ജീവിതവുമില്ല, മരണവുമില്ല. ലാ യമൂതു ഫിഹാ വലാ യഹ്യാ. ഇവിടെയാണെങ്കിൽ ഒരു അഗ്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, തീരെ കിട്ടുകഴിഞ്ഞാൽ, അത് മനുഷ്യന്റെ ശരീരധർമ്മങ്ങളെ കരിച്ചു കളഞ്ഞാൽ അവന്റെ ആത്മാവും ആ ശരീരത്തിൽ നിന്ന് വേർപെടാനുള്ള ഒരു സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. മരിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ് ഒരാൾ അഗ്നിയിലകപ്പെടുക എന്ന് പറഞ്ഞാൽ. എന്നാൽ പരലോകത്ത് അങ്ങനെയല്ല. ഇവിടെ അള്ളാഹു മരണത്തിന്റെ മാലാഖയെ നിശ്ചയിക്കുന്ന റൂഹിനെ പിടിച്ചെടുക്കാനുള്ള അനേകം സബബുകളിൽ ഒന്നാണ് ഈ അഗ്നിബാധയെങ്കിൽ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് പോലെ, അറ്റാക്ക് വന്ന് മരിക്കുന്നത് പോലെ, അഗ്നിബാധയേറ്റ് മരിക്കുന്നത് പോലെ, മറ്റപകടങ്ങളും രോഗങ്ങളും കൊണ്ട് മരിക്കുന്നത് പോലെ മരണത്തിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചൊരു സബബാണെങ്കിൽ പരലോകത്ത് അങ്ങനെ ഒരു മരണമില്ല. ആ മനുഷ്യൻ എത്ര വെന്തുരുകിയാലും അവന്റെ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ അള്ളാഹു വേർതിരിച്ചെടുക്കുന്നില്ല. ഇവിടെ ആത്മാവിനെ വേർതിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിൽ എത്ര കരിഞ്ഞാലും എത്ര ഈ അഗ്നിയേറ്റാലും പ്രശ്നമില്ല. പക്ഷേ നരകത്തിൽ അങ്ങനെയല്ല. ആത്മാവോടുകൂടി നരകത്തിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കുന്നില്ല. കരിയുമ്പോൾ, കരിഞ്ഞ് തൊലി ഉരുകിയൊലിക്കുമ്പോൾ അതിന് പകരം തൊലി നൽകുകയും അഗ്നിനാളങ്ങൾ ഹൃദയത്തോളം ചെന്നെത്തുകയും ചെയ്യുമെന്നും അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അല്ലത്തി തത്തലി വലൽ അഫ്ഇദ, ആ ഹുമസ ആ അവരുടെ ഉള്ളിലേക്ക് ആളിപ്പടരുന്ന തീയാണെന്ന് അള്ളാഹു നമ്മെ അറിയിക്കുമ്പോൾ, ആ അഗ്നിയിൽ ഒരിക്കലും നമുക്ക് ഭൗതിക ലോകത്തെ അഗ്നിയെപ്പോലെയോ അല്ലെങ്കിൽ ഭൗതിക ലോകത്തെ ശിക്ഷയെപ്പോലെയോ ഒരിക്കലും നമുക്കതിനെ താരതമ്യം ചെയ്യാൻ പോലും കഴിയുകയില്ല. അങ്ങനെയുള്ള നരകത്തിലേക്കാണ് കളവ് മനുഷ്യനെ എത്തിക്കുക. സത്യസന്ധതയാകട്ടെ നമ്മളെ പുണ്യത്തിലേക്കും പിന്നെ ആ പുണ്യത്തിലൂടെ നമ്മളെ സ്വർഗത്തിലേക്കും എത്തിക്കുന്നു. ഇങ്ങനെ വളരെ വ്യക്തമായിട്ടും അള്ളാഹു നമുക്ക് വിശദീകരിച്ച കാര്യം, നമ്മുടെ മനസ്സിന് ശാന്തത കിട്ടുന്ന, പലപ്പോഴും ഇത് സത്യമാണോ അസത്യമാണോ എന്ന് നമ്മുടെ മനസ്സിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരു കൂട്ടർ പറയുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയം, എല്ലാവരും സത്യപ്പെടുത്തിയൊരു വിഷയം ഒരു ഭാഗത്തുണ്ട്. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായിട്ടും സംശയമുള്ള ഒരു
ഭാഗം മറ്റൊരു ഭാഗത്തുമുണ്ടെങ്കിൽ ആ സംശയമുള്ളതിനെ വിട്ടുകൊണ്ട് സംശയമില്ലാത്തതിനെ സ്വീകരിക്കണമെന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പാപത്തിന് ഒരിക്കൽ റസൂൽ ഒരു നിർവചനം പറഞ്ഞു. ഹാക്കഫി സ്വദരിക്കാം, നിന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാകുന്നതും ജനങ്ങളെ എത്തിനോക്കുന്നതും ജനങ്ങൾ കാണുന്നത് നിനക്ക് വെറുപ്പുണ്ടാകുന്നതുമായിട്ടുള്ള വിഷയം അത് പാപമായിട്ട് നീ കണക്കായിക്കൊള്ളുക എന്നതുപോലെ നമ്മുടെ മനസ്സിൽ ഒരു സംശയവും അതേപോലെ തന്നെ ഉറപ്പില്ലായ്മയും ഉണ്ടെങ്കിൽ നമ്മളത് പഠിച്ചതിന് ശേഷം മാത്രം സ്വീകരിക്കാം. കാരണം നമ്മൾ സിദ്ദീഖീങ്ങളാവേണ്ടവരാണ്. സ്വദാഖത്തിന്റെ 3 വശങ്ങൾ സ്വാദിക്കും, സ്വദൂക്കും, സിദ്ദീഖും. അതിലങ്ങേയറ്റം സിദ്ദീഖ് എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് അങ്ങേയറ്റം സത്യപ്പെടുത്തുവാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് റസൂൽ നൽകിയ ഓമന പേരാണ്. എന്തു പറഞ്ഞാലും എല്ലാവരും നിഷേധിച്ചപ്പോഴും എല്ലാവരും സംശയിച്ചപ്പോഴും ഒന്നും നോക്കാതെ അഷ്റഫുൽ ഖൽഖിൽ വളരെ കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുകയും സത്യപ്പെടുത്തുകയും ചെയ്ത ആ മഹാനവറുകൾക്ക് നൽകിയ പേരാണ് സിദ്ദീഖ്. അങ്ങനെയുള്ളൊരവസ്ഥ സിദ്ദീഖീങ്ങളാകാൻ അള്ളാഹു പറഞ്ഞതിനെ പൂർണ്ണമായിട്ട് സത്യപ്പെടുത്താൻ അവിടെ നമ്മുടെ പക്കലുള്ള ആളുകളുടെ ആധിക്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലുള്ള സ്വാധീനമോ നമ്മളെ അതിലേക്ക് വലിക്കാതെ അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ പടച്ചതമ്പുരാന്റെ ഖുർആനിൽ ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ ആ വ്യക്തതയുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ഉറപ്പിന്റെ കൂടെ നിൽക്കുന്ന മനസ്സിന്റെ ശാന്തത അങ്ങനെ സത്യപ്പെടുത്തുന്ന വിഷയം മതത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഉറപ്പുള്ള ഒരു വിഷയത്തിൽ നമുക്ക് സത്യമാണെന്ന് ഉറപ്പുള്ള ഒരു വിഷയത്തിൽ മാത്രം കൈകാര്യം ചെയ്യുകയും അതല്ലാത്ത ഊഹത്തിനെയും അതുപോലെ തന്നെ മറ്റു ചാഞ്ചല്യങ്ങളുള്ള വിഷയങ്ങളെയും പിൻപറ്റാതിരിക്കുകയും ചെയ്യുക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതേപോലെ ഇമാം പറഞ്ഞ മറ്റൊരു വിഷയം യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വയുള്ള ആളുകളായി തീരുക, അതോടൊപ്പം നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കുകയും ചെയ്യുക. 2 കാര്യമാണ്. തഖ്വയുള്ള ആളുകളാണെങ്കിൽ അവർ നിൽക്കേണ്ടത് സത്യസന്ധന്മാരുടെ കൂടെയാണ്, സത്യം പറയുന്നവരുടെ കൂടെയാണ്. അതാളെ നോക്കിയിട്ടോ അല്ലെങ്കിൽ കുടുംബം നോക്കിയിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ ബന്ധം നോക്കിയിട്ടോ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്. ഒരിക്കൽ ഒരു ഉന്നത കുലജാതയിൽപ്പെട്ട ഒരു സ്ത്രീ മോഷ്ടിക്കപ്പെട്ടപ്പോൾ അവരുടെ കൈവെട്ടുമെന്ന അവസ്ഥ വന്നപ്പോൾ അവർക്ക് വേണ്ടി ശുപാർശ പറയാൻ റസൂലിന്റെ കൂടെയുള്ള റസൂൽ എടുത്തു വളർത്തുന്ന ഉസാമയെ സമീപിച്ചു. അങ്ങനെ ആ വാർത്ത റസൂലിന്റെ അടുക്കലെത്തിയപ്പോൾ റസൂൽ ചോദിച്ച ചോദ്യമുണ്ട്. നിങ്ങൾ മുൻപ് കാലത്ത് ബനീ ഇസ്രായേൽ കാലത്ത് അവർ നശിക്കാൻ കാരണം ഇങ്ങനെയായിരുന്നു. അവരിലെ സ്വാധീനമുള്ള ആളുകൾ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ദുർബലർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ. എന്നാൽ എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ അവരുടെ കൈ ഞാൻ മുറിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു നീതിയും അതേപോലെ തന്നെ സത്യസന്ധതയും ഒരിക്കലും ഭൗതികമായിട്ടുള്ള ഒരു കാര്യം നമ്മെ സ്വാധീനിക്കരുത്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ടവരാണെങ്കിൽ അതിർത്തി തർക്കമുണ്ടാകുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠന്റെ വിഷയത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അനിയന്റെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ അവിടെ നമ്മൾ അപ്പുറത്താണ് ശരിയെങ്കിലും നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരവസ്ഥ. അതേപോലെ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അക്രമങ്ങളും പലതരത്തിലുള്ള ക്രൂരതകളും നടക്കുമ്പോൾ അത് ചെയ്തത് നമ്മുടെ കൗമിൽപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ആളുകളാണെങ്കിൽ അതിന്റെ കൂടെ നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു വർഗീയത നമുക്ക് ആവശ്യമില്ല. എവിടെയാണോ ന്യായം, എവിടെയാണോ സത്യം, ആ സത്യത്തിന്റെ കൂടെ നിൽക്കാനാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരു സംഭവം ഉണ്ടായി. ഒരു ജൂതനും ഒരു മുസ്ലിമും തമ്മിൽ ഒരു തർക്കത്തിന് വരികയും അങ്ങനെ ആ മുസ്ലിമിന് വേണ്ടി റസൂൽ ആ മുസ്ലിമിന്റെ പക്കലാണ് ന്യായമെന്ന് റസൂൽ തോന്നിയപ്പോൾ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുമെന്നായപ്പോൾ ഈ ജൂതന്റെ പക്കൽ അത് വെക്കുകയും അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് പിടിക്കപ്പെടുകയും അദ്ദേഹം സാക്ഷി ആളെയിട്ട് പറയുകയും ചെയ്തൊരു സന്ദർഭം. ആ സന്ദർഭത്തിൽ ഈ ജൂതന്റെ പക്കലായിരുന്നു സത്യം. പക്ഷേ ആ വിധി റസൂൽ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിധി നടപ്പാക്കിയപ്പോൾ പിന്നീട് വഹയിന്റെ അടിസ്ഥാനത്തിലാണ് അത് തിരുത്തിയതും. ആ സമയത്ത് വലാ റബ്ബിക്ക റസൂലിനെ കുറിച്ച് വളരെ ഇതായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. റസൂല് ഈ കാര്യങ്ങൾ കണ്ട് ആ കേട്ടതുപോലെ വിധിക്കുന്നു. എന്നാൽ ആളുകൾ അതിന് കാണിച്ച അല്ലെങ്കിൽ അവിടെ കാണിക്കുന്ന ആ ഒരു സത്യസന്ധതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യം വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന വിശ്വാസികളിലും ഒരിക്കലും വന്നു പോകാൻ പറ്റാത്ത കപടവിശ്വാസികളുടെ സ്വഭാവമായിട്ട് പറയുന്ന അതേപോലെ ഇമാം ഇവിടെ പറഞ്ഞു വിശ്വാസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഈ സത്യസന്ധതയുടെ നേരെ ഓപ്പോസിറ്റ് കള്ളം പറയുകയും അതേപോലെ തന്നെ നിഫ കാണിക്കുകയും ചെയ്യുകയാണ്. സിദ്ദീഖീങ്ങൾ എന്ന് പറയുന്നതിന്റെ നേരെ മറുവിഭാഗം കാദീബീങ്ങളാണെന്നതുപോലെ തന്നെ മുനാഫിക്കീങ്ങളും അതിന്റെ എതിർവിഭാഗത്തിൽ നിൽക്കുന്നവരാണ്. അള്ളാഹുവിനെ കുറിച്ച് സത്യപ്പെടുത്തിയതുപോലെ വിശ്വാസത്തിലും ജീവിതത്തിലും സത്യസന്ധത കാണിക്കുന്നത് പോലെ ഇടപാടുകളിലും പ്രവർത്തനങ്ങളിലും ഉദ്ദേശങ്ങളിലും ഈ 3 കാര്യങ്ങളിലും സത്യസന്ധത കാണിക്കണം. അതാണ് ഇമാം പറഞ്ഞത്. ഒന്ന് നിയ്യത്തിൽ സത്യസന്ധത കാണിക്കണം, അതേപോലെ ഉദ്ദേശത്തിലും വാക്കിലും പ്രവൃത്തിയിലും. അതിൽ ഓരോന്നിനും ഇമാം ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നു.
നിയ്യത്തിൽ നമ്മൾ സത്യസന്ധത കാണിക്കാന്ന് പറയാൻ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ അതെപ്പോഴും സത്യത്തോടൊപ്പമാണ്. ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ, ഒരു വാർത്ത വായിക്കുമ്പോൾ, ഇപ്പൊ 2 ദിവസം മുൻപുണ്ടായ ഒരു വാർത്ത നമ്മൾ വായിച്ചു. ഒരു ഉണ്ണികൃഷ്ണനെയും ഷബീറിനെയും അടിച്ചതിൽ ഷബീർ മരിച്ചു. അതിന്റെ വിഷയത്തിന്റെ തുടക്കം ആലോചിക്കുമ്പോൾ അവിടെ ഒരു തരത്തിലും ഒരു വർഗീയതയ്ക്ക് ചിന്തിക്കാനൊരു അവസരവുമില്ല. കാരണം ഒരു അമ്പലപ്പറമ്പിലെ ആനയുടെ വാലിൽ നുള്ളിയതും പിച്ചിയതുമൊക്കെയായ വിഷയം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്ഥാനം പൂരപ്പറമ്പിലും അമ്പലപ്പറമ്പിലുമുള്ള ആഘോഷങ്ങളിലും ഇടപാടുകളിലുമല്ല. അവൻ പള്ളിയിലും അതേപോലെ തന്നെ അവന്റെ വിശ്വാസങ്ങളിലും അവന്റെ ആരാധനകളിലും മുഴുകേണ്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറ്റു പല വിഷയങ്ങളിലും ഇടപെട്ടും പിന്നെ അവന് വേണ്ടി വർഗീയമായി സംഘടിപ്പിക്കുകയും അവന്റെ വീട്ടിൽ കയറി ആക്രമിക്കുകയും അതേ എതിരാളികളുടെ വീട്ടിൽ പോയി വർഗീയമായി ചിന്തിക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരു വർഗീയത ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ധാരാളം അടിപിടികൾ അതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. നമ്മളതിനെ കാണേണ്ടത് ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകവും നമ്മുടെ നാട്ടിൽ നിന്നും അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഒരു പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ, പാമ്പിനെ തല്ലിക്കൊല്ലുന്നത് പോലെ വളരെ ക്രൂരമായിട്ട് ചെയ്യാനുള്ള ആ ഒരു മനസ്സാക്ഷി അത് രാഷ്ട്രീയക്കാർ ചെയ്താലും സാധാരണക്കാർ ചെയ്താലും മതത്തിന്റെ പേരിലുള്ള ആളുകൾക്ക് എല്ലാം ഒരുപോലെയാണ്. എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ അവർക്കിഷ്ടമില്ലാത്ത ഗ്രൂപ്പാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയിൽ നിന്നും പുറത്തു പോയവരാണെങ്കിൽ അങ്ങനെ, എല്ലാവരും പരസ്യമായിട്ട് വെട്ടിക്കൊല്ലാനും തച്ചുകൊല്ലാനും അതേപോലെ കുത്തിക്കൊല്ലാനും വാഹനമിടിച്ചു കൊല്ലാനും ഒക്കെ യാതൊരു വിധത്തിലുള്ള മാനുഷികമായ പരിഗണനയും കൊടുക്കാത്ത ഒരു വല്ലാത്ത അവസ്ഥയായിട്ട് നമ്മുടെ നാട്ടിലെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നിടത്താണ് ആ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അമ്മടിച്ചു കൊന്ന സെക്യൂരിറ്റിയെ കൊന്ന ആളാണെങ്കിലും അതേപോലെ തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്തുപോയതിന്റെ പേരിൽ 51 വെട്ടുവെട്ടിക്കൊന്ന രാഷ്ട്രീയ കൊലപാതകമാണെങ്കിലും ഇതേപോലത്തെ അമ്പലപ്പറമ്പിലെ കേസുമായിട്ട് ബന്ധപ്പെട്ടും അടിപിടിയുടെ അവസാനം ഇതുപോലുള്ള കൊലപാതകമാണെങ്കിലും ഏത് കൊലപാതകമാണെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്ന, അതേപോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് മനുഷ്യന്റെ രക്തത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത, അത് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും ആഗോളതലങ്ങളിൽ ബോംബർ വിമാനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ വലിയ വലിയ ആയുധങ്ങൾ കൊണ്ടും ആയിരങ്ങളെ ഒന്നിച്ചു കൊന്നൊടുക്കുന്നു. ഒരു രാജ്യം വിചാരിക്കുന്നു ഞങ്ങളുടെ നിലപാടാണ് ശരി, ഇന്ന രാജ്യത്ത് ഇന്നയാളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്, അവിടെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്ന വ്യാജേനം നിരപരാധികളായ ലക്ഷക്കണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ, ഇന്നലെയും മിഞ്ഞാന്നുമൊക്കെ വന്ന റിപ്പോർട്ടുണ്ട്. സിറിയയിൽ നിന്നും പാലായനം ചെയ്ത അഭയാർത്ഥികളായ ആളുകൾക്കിടയിൽ 10,000-ഓളം ചെറിയ കുട്ടികളെ, കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ യൂറോപ്പിൽ നിന്നും കാണാനായിരിക്കുന്നു. ഒരന്വേഷണത്തിനും ഇതിനും കാര്യമില്ല. അവരെ കൊണ്ടുപോയി വ്യഭിചരിക്കാൻ വേണ്ടി അടിമകളാക്കി വീട്ടിൽ വെക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടതും ഈ ഒരു പരിണിതി ഫലം ഉണ്ടാക്കിയ, ഇങ്ങനെയൊരു അവസാനത്തെ പരിണിതി ഉണ്ടാക്കിയ അതിന്റെ തുടക്കം ആരുടെ മസ്തിഷ്കത്തിൽ നിന്നായാലും ആരൊക്കെ എന്തൊക്കെ പേരിലാണ് ആയുധമെടുത്തതെങ്കിലും ആ നാട്ടിൽ സ്വസ്ഥമായി ജീവിച്ചിരുന്ന, അവിടെ കലാപങ്ങൾ ഉണ്ടാക്കിയ, അവിടെ യുദ്ധമുന്നണി തുറന്ന, അവിടെ മറ്റു പല വ്യാമോഹങ്ങൾ കൊണ്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ട് അവിടെ അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് എത്തിപ്പെട്ട ആളുകൾക്കൊക്കെ അതിന്റെ ശിക്ഷ കിട്ടും പടച്ചതമ്പുരാന്റെ പക്കൽ നിന്നും. നമ്മുടെ നാട്ടിലും അങ്ങനെയുണ്ട് ആളുകൾ. സത്യസന്ധമായിട്ട് കാര്യങ്ങളെ കാണുകയും വർഗീയമായി ചിന്തിക്കുന്ന ആളുകളെ വേർതിരിക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ വളരെ സൗമ്യതയോടുകൂടി നല്ല രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാടുകളിൽ പരസ്പരം വർഗീയതയുണ്ടാക്കിക്കൊണ്ടും പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്തിക്കൊണ്ടും അവരെല്ലാം പരസ്പരം അടുപ്പിക്കുന്ന, പരസ്പരം പോരടിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, അവർക്കിടയിൽ മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ മുസ്ലിങ്ങളായാലും അവർ ഹിന്ദുക്കളായാലും അവർ ക്രിസ്ത്യാനികളായാലും ഒരുപോലെയാണ് ഒരു വിശ്വാസം എതിർക്കേണ്ടത്. കാരണം അത് സത്യസന്ധതയ്ക്ക് നേർക്കുനേരെയുള്ള സത്യസന്ധമായിട്ടുള്ള സമീപനത്തിന് വിരുദ്ധമാണ്. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വർഗീയതയുടെ മതമല്ല ഇസ്ലാം. കാരണം അങ്ങനെയൊരു വർഗീയതയുടെ മതമായിരുന്നെങ്കിൽ ഫമൻ ശാഅ ഫൽയുമിൻ ഫമൻ ശാഅ ഫൽയക്ഫുർ എന്ന് ഖുർആനിൽ ഉണ്ടാകുമായിരുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് തള്ളിക്കളയാം. രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹുവിന്റേതാണ് ഭൂമി, അവൻ നൽകുന്നതാണ് വായു, അവൻ നൽകുന്നതാണ് വെള്ളം. അവനാണ് ഈ ഭൂമിയിലെ സകല അനുഗ്രഹങ്ങളും മനുഷ്യർക്ക് നൽകിയത്. അവൻ തന്നെയാണ് 2 മാർഗങ്ങളും. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫത്തൈൻ വഹദൈനാഹു നജ്ദൈൻ. തെളിഞ്ഞു കാണുന്ന 2 മാർഗവും അവൻ തന്നെയാണ് നൽകിയത്. ഇമ്മാ ശാക്കിറൻ ഇമ്മാ കഫൂറാം. നന്ദി കാണിക്കാനും നന്ദി കേട് കാണിക്കാനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹു അവന് നൽകിയിട്ടുണ്ട്. ഏതും അവൻ നിശ്ചയിക്കാം. പക്ഷേ അതിന്റെ പരിണിത ഫലം അവൻ ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നും നന്മ അവൻ തെരഞ്ഞെടുത്താൽ അതിന്റെ ഫലം സ്വർഗമാണെന്നും തിന്മ അവൻ തെരഞ്ഞെടുത്താൽ അതിന്റെ ഫലം നരകമാണെന്നും കൃത്യമായിട്ട് അവനെ ബോധവൽക്കരിക്കാൻ, അവനെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ ആ ബാധ്യതയൊന്നും നിറവേറ്റുകയില്ല.
നമ്മൾ നമ്മുടെ ബാധ്യത നിറവേറ്റുന്നില്ല. നമ്മൾ കേരളത്തിൽ 28% മുസ്ലിങ്ങളുണ്ട്. നമ്മൾ ഒരാൾ 3 ആളോട് പറഞ്ഞാൽ, ഒരാൾ 3 പേർക്ക് ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്താൽ കേരളത്തിൽ എന്താണ് ഇസ്ലാം എന്നറിയാത്ത ഒരാളും ഉണ്ടാവുകയില്ല. എന്നാൽ നമ്മളാരും ആ ബാധ്യത തൊട്ടടുത്ത അയൽവാസിയോട് പോലും ഇസ്ലാമിനെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, ഇസ്ലാമിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമ്മളാരും തയ്യാറില്ല. സത്യസന്ധമായിട്ട് അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമ്മളാരും തയ്യാറില്ല. നമ്മൾ നമ്മുടെ ലോകവുമായിട്ട് ജീവിക്കുന്നു, നമ്മുടെ മഹലുമായിട്ട്, നമ്മുടെ കാര്യവുമായിട്ടും. എന്നാൽ എന്താണ് ശരിയായ ഇസ്ലാം, അല്ലെങ്കിൽ എന്താണ് ഇസ്ലാമിന്റെ പ്രബോധനം എന്ന് മനസ്സിലാക്കിയാൽ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവനത് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ കഴിയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലൂടെ ഒരു ജൂതന്റെ ശവമഞ്ചവുമായി കടന്നു വന്നപ്പോൾ റസൂൽ എഴുന്നേറ്റ് നിന്ന് ആ ശവമഞ്ചം കടന്നു പോകുമ്പോൾ റസൂൽ കരഞ്ഞപ്പോൾ സഹാബികൾ എന്തിനാണ് ദൂതനെ അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പോകുന്ന മനുഷ്യന്റെ കാതിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്താതെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ നാളെ പരലോകത്ത് ഞാൻ ഉത്തരം പറയേണ്ടി വരില്ല എന്ന റസൂലിന് ചോദ്യമുണ്ട്. നമ്മളൊക്കെ വീടിന്റെ ചുറ്റുഭാഗത്തും എത്ര മുസ്ലിങ്ങളുണ്ട്, നമ്മൾ താമസിക്കുന്നിടത്ത്, നമ്മൾ ഉണ്ടുറങ്ങുന്ന നമ്മുടെ റൂമിൽ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ നാട്ടുകാർ, അതേപോലത്തെ നാട്ടിൽ പോയാലും അവരോടൊന്നും ഒന്നുകിൽ നമ്മൾ ശരിയായ ഇസ്ലാമിക ജീവിതം നയിച്ചുകൊണ്ട് അവർക്ക് മാതൃക കാണിക്കുകയും അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ മുസ്ലിം അല്ല എന്ന് സമ്മതിക്കുക. കാരണം നമ്മളെ കണ്ടുകൊണ്ടാണ്, ഈ സൊസൈറ്റിയെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഇസ്ലാമിനെ വിലയിരുത്തുന്നത്. അവർ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല. ലോകത്തുള്ള മുഴുവൻ നാട്ടുവർത്തമാനങ്ങളും അവർ പറയുന്നു. എല്ലാ രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളിലും നമ്മൾ ഇടപെടുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മുടെ അയൽവാസിയായ നമ്മുടെ സഹോദരൻ അവന്റെ പരലോകത്തിന്റെ മോക്ഷത്തിന്റെ വിഷയമായ, അവൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് തീരുമാനിക്കുന്ന വിഷയമായ ഈ സത്യസന്ധമായിട്ടുള്ള മതം, ഈ ആശയം നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കാതെ നമ്മൾ അഭിമാനിക്കുകയാണ്. ഞാനത് പറഞ്ഞാൽ ഞാൻ മോശക്കാരനായും അവന്റെ മുൻപിൽ വർഗീയോ ഒരിക്കലുമില്ല. സഹോദരങ്ങളെ, സത്യസന്ധമായിട്ടും നമ്മൾ നമ്മുടെ മതവിഷയങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ പങ്കുവച്ചാൽ നമുക്കിടയിലുള്ള അകലം കുറയുകയാണ് ചെയ്യുക. എന്താണ് നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ ചെയ്യുന്നത്, എന്താണ് നമ്മൾ നമസ്കരിക്കുമ്പോൾ അല്ലാഹുവിനോട് പറയുന്നത്, ദൈവത്തിനോട് പറയുന്നത്, എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പങ്കുവെക്കുകയാണെങ്കിൽ നമ്മളെക്കുറിച്ച്, പള്ളിയിൽ പോകുന്ന ആളുകളെക്കുറിച്ചും അമ്പലത്തിൽ പോകുന്ന ആളുകളെക്കുറിച്ചുമൊക്കെ പരസ്പരമുള്ള ആ വിദ്വേഷവും ആ തെറ്റിദ്ധാരണയും തീരുകയാണ് ചെയ്യുക. നമ്മൾ നമ്മുടെ വിശ്വാസം പങ്കുവെക്കുകയും അങ്ങനെ ആളുകളെ പഠിപ്പിക്കുകയും ആളുകളെ ക്ഷണിക്കുകയും ചെയ്യണം. ഖത്തറിൽ ട്രൂത്തിന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു സാധ്യത ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾക്കറിയാവുന്ന അമുസ്ലിം സഹോദരങ്ങളുണ്ട്, നിങ്ങൾക്ക് അവരോട് പറയാൻ പ്രയാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ അവരുടെ ചോദ്യങ്ങൾക്ക് വേണ്ടത്ര തൃപ്തികരമായ മറുപടി കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. ഞാനത് സാന്ദർഭികമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം നമ്മുടെ കൂടെ ജീവിച്ച 10-20 വർഷം നമ്മുടെ റൂമിൽ ജീവിച്ച ഒരു മനുഷ്യൻ നാട്ടിലേക്ക് തിരിച്ചുപോയിട്ടും അവൻ ഹിന്ദുവായി തന്നെ ക്രിസ്ത്യനായി തന്നെ മരണപ്പെട്ടു പോയാൽ ആ മനുഷ്യനും നിർബന്ധമായിട്ടും മതപരിവർത്തനം ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ഉത്തരേന്ത്യയിലൊക്കെ ആളുകൾ ചെയ്യുന്നത് പോലെ ഗർഭാപ്പസി എന്ന് പേരിട്ടുകൊണ്ടും പലതും നൽകി പ്രലോഭിച്ചുകൊണ്ടും പ്രകോപിച്ചുകൊണ്ടും നിർബന്ധിച്ചുമൊക്കെ അവർ പരിവർത്തനം ചെയ്യുന്നത് പോലെ പരിവർത്തനം ചെയ്യിപ്പിക്കാൻ ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടില്ല. ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതാണ് ശരി, നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് ഒരു ദൈവമാണ്, ഈ ലോകത്തിന്റെ ഉടയൻ ഒരൊറ്റ ദൈവമാണ് എന്നൊരു മനുഷ്യന് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ ഹിന്ദുവിന്റെ ദൈവം വേറെ, ക്രിസ്ത്യാനിയുടെ ദൈവം വേറെ, പാഴ്സിയുടെയും ബുദ്ധന്റെയും ജൈനന്റെയും ഒക്കെ ദൈവങ്ങൾ വേറെ വേറെ എന്ന് വിശ്വസിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാം ഒരു പിതാവിന്റെയും മാതാവിന്റെയും മക്കളാണ്. എല്ലാ മനുഷ്യരും, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും, അവൻ ക്രിസ്ത്യാനിയാകട്ടെ, ബുദ്ധനാകട്ടെ, ഹിന്ദുവാകട്ടെ, മുസ്ലിമാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, അവനൊക്കെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും പേരക്കുട്ടികളാണ്. ആദമിൽ നിന്നും ഹവ്വയിൽ നിന്നുമുള്ള മക്കളാണ്. ഒരർത്ഥത്തിൽ നമ്മൾ ഏകോദര സഹോദരന്മാരാണ്. ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ടും ഏതൊക്കെയോ കാലഘട്ടങ്ങളിലൂടെ മനുഷ്യർ ഭിന്നമായിട്ടുള്ള സംസ്കാരങ്ങളും ജാതീയതയും മതവുമൊക്കെയായി തിരിഞ്ഞു. പക്ഷേ നമ്മളെയൊക്കെ സൃഷ്ടിച്ചതും ഒരേ ഒരു പടച്ചവനാണ്, ഒരേ ഒരു ദൈവമാണ് എന്നൊരു മനുഷ്യനോട് ശാന്തമായിട്ട് സമാധാനത്തോടുകൂടി പറഞ്ഞു കൊടുക്കുന്നതും അവൻ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ സ്വീകരിക്കുന്നതാണ്. അതാണ് മാനസികമായിട്ടുള്ള മാറ്റവും മതം മാറ്റവും എന്ന് പറയുന്നത്. അതല്ല കേവലം ഒരു നിർബന്ധിതമായിട്ട് ആരെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഒരിക്കലും അവന്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല. അടിച്ചോ തൊഴിച്ചോ നിർബന്ധിച്ചോ ഒരാളുടെയും മനസ്സ് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ആ രൂപത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള ഇസ്ലാമിനെ സ്വീകരിക്കുകയും ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുകയും സത്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.